ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പ്രധാന പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെയാണ് ഒരു ദിവസത്തേക്ക് വിട്ടുകിട്ടാൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ കൊള്ളയിലെ നിർണായക വിവരങ്ങൾ ശേഖരിക്കാനാണ് SITയുടെ നീക്കം. സ്വർണ്ണക്കൊള്ളയിൽ മൂവർക്കും തുല്യ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൈക്കലാക്കിയ സ്വർണം എവിടെയാണ് എത്തിച്ചത്, ഇതിൽ രാഷ്ട്രീയ ഭരണരംഗത്തെ ഉന്നതരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് ചോദ്യം ചെയ്യലിന്റെ ലക്ഷ്യം. പ്രതികൾക്ക് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും സംഘം പരിശോധിക്കുന്നുണ്ട്. അതേസമയം കേസിൽ പ്രതിയായ ഡി മണി തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ മറ്റ് പ്രവാസികളെയോ അറിയില്ലെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ മണിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് SITയുടെ വിലയിരുത്തൽ. മണിയുടെ സഹായി ശ്രീകൃഷ്ണൻ ഇറിഡിയം തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നിരവധി പ്രമുഖർ ഇയാൾ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ട്. മണിയുടെ സംഘത്തിന് പിന്നിൽ ഇറിഡിയം തട്ടിപ്പ് സംഘമാണെന്ന നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായെന്ന് കരുതിയ ഡി മണിയുടെ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്ന ഒന്നാണ്. മണിയും സഹായ് ശ്രീകൃഷ്ണനും ഇറിഡിയം തട്ടിപ്പ് സംഘത്തിലെ അംഗങ്ങളാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളോ വിവരങ്ങളോ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡി മണിയുമായി തനിക്ക് നിലവിൽ ബന്ധമില്ലെന്നാണ് സഹായ് ശ്രീകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ഇറിഡിയം തട്ടിപ്പ് കേസിലെ പ്രതിയായ ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തെങ്കിലും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. താൻ തിരുവനന്തപുരത്ത് ആകെ 2 തവണ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് ഡി മണിയുടെ സ്ഥിരീകരണം. ഇറിഡിയം തട്ടിപ്പിന് വേണ്ടിയാണോ ഇവർ കേരളത്തിൽ എത്തിയത് എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ശബരിമല കേസിലേക്ക് ഇവരെ ബന്ധിപ്പിക്കാൻ കൃത്യമായ തെളിവുകളുടെ അഭാവം തന്നെയുണ്ട്.